തുഫേൽ, ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന സംഗതി എന്നതിനപ്പുറം വളരെ ചിന്തിപ്പിക്കുന്ന ഒരു സംഗതി കൂടിയാണ്. ഈ നെയ്യ് എന്ന് പറയുന്നത് കേവലം ഒരു ഭക്ഷ്യവസ്തു മാത്രമല്ല, പലർക്കും അത് വിശ്വാസത്തിന്റെ പ്രതീകമാണ്. ഇപ്പോ മണ്ഡലകാലമാണ്, ശബരിമലയിൽ നെയ്ത്തേങ്ങ നിറച്ച് മലകയറുന്ന അയ്യപ്പന്മാരുള്ള സമയമാണ്. കൂടാതെ ക്ഷേത്രങ്ങളിലും മറ്റ് മതപരമായ ചടങ്ങുകളിലുമൊക്കെ നെയ്യ് ഒരു അവിഭാജ്യ ഘടകമാണ്. അപ്പൊ ഈ നെയ്യ് ഇത്തരത്തിൽ പലരും വിശ്വാസപൂർവ്വം ഉപയോഗിക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യുക, ഇപ്പോ അതിന് അത്തരത്തിൽ കോടികൾ സമ്പാദിക്കുക എന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന വലിയ സംഘങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ നന്ദിനി എന്ന നെയ്യ്, അത് കർണാടകയിലെ കർണാടക കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ഫെഡറേഷൻ KMF എന്ന് പറയുന്ന സഹകരണ സംഘത്തിന്റെ ഉൽപ്പന്നമാണ്. നമ്മുടെ കേരളത്തിലെ മിൽമ എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു സംഘടനയാണ് ഈ KMF എന്ന് പറയുന്നത്. അപ്പൊ അവര് അവരുടെ വിതരണ ശൃംഖലകളിൽ ചില പൊരുത്തക്കേടുകൾ കണ്ടു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ ഒരു പരിശോധനയിൽ അവർക്ക് ചില വിവരങ്ങൾ കിട്ടി. അങ്ങനെ അവർ സെൻട്രൽ ക്രൈം ബ്രാഞ്ച്, കേന്ദ്ര ക്രൈം ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടു. അപ്പൊ ഇത് രാജ്യവ്യാപകമായ പ്രശ്നമായതുകൊണ്ടാണ് അവർ ഈ സെൻട്രൽ ക്രൈം ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ ഇവര് നടത്തിയ പരിശോധനയില് തമിഴ്നാട്ടില് ഈ മായം കലർന്ന നെയ്യ് വിതരണം ചെയ്യുന്ന ഒരു ശൃംഖല പിടിയിലായി. അപ്പൊ ഇവരുടെ വാഹനമടക്കം പിടികൂടി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് 4 പേർ അവിടെ അറസ്റ്റിലായിട്ടുണ്ട്. 4 പേരുടെ പേര് മഹേന്ദ്ര, ദീപക്, മുനിരാജ്, അഭിരശ്. ഈ 4 പേരാണ് തമിഴ്നാട്ടിൽ പിടിയിലായത്. അപ്പൊ ഇവരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തില് നിർണായകമായ ചില വിവരങ്ങൾ കിട്ടി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് കർണാടകയിലെ ചാമരാജ്പേട്ട് അഗ്രഹാരയിലെ ഒരു കൃഷ്ണ എന്റർപ്രൈസസ്, അപ്പൊ അതിനുള്ളിലോട്ട് അന്വേഷണ സംഘം കടന്നു ചെന്നപ്പോ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം അത്യന്താധുനിക യന്ത്ര സാമഗ്രികളൊക്കെ ഉപയോഗിച്ച് വൻതോതിൽ ഈ വ്യാജ നെയ് തയ്യാറാക്കി പാക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറി അവിടെ പ്രവർത്തിക്കുന്നു. അപ്പൊ ഇതിന്റെ നടത്തിപ്പുകാരായ ശിവകുമാർ, രമ്യ, ഇവർ ദമ്പതികളാണ്. ഇവർ ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. അപ്പൊ അന്വേഷണ സംഘം 8136 ലിറ്റർ വ്യാജ നെയ്യാണ് പിടികൂടിയിരിക്കുന്നത്. അപ്പൊ ഇതിന് വിപണി മൂല്യം ഏതാണ്ട് 56.95 ലക്ഷം രൂപ വരും. ഇത് കൂടാതെ ഇവരുടെ കയ്യിൽ നിന്ന് 5 മൊബൈൽ ഫോൺ, 1.19 ലക്ഷം രൂപ പണമായിട്ട് 4 ബൊലേറോ പിക്കപ്പ് വാനുകൾ, ഈ 4 ബൊലേറോ പിക്കപ്പ് വാനിലാണ് ഇവര് ഇത് വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എന്തുമാത്രം ലോഡ് ഇവർ ഇതിനടക്കം വിറ്റിട്ടുണ്ടാവും ആലോചിക്കുക. അപ്പൊ ഈ പിക്കപ്പ് വാനിന് ഏകദേശം 60 ലക്ഷം രൂപ ചെലവ് വരും. അതേപോലെ 1.26 കോടി രൂപയുടെ വസ്തുക്കൾ, അതായത് ഈ മെഷീനറി പാക്കിംഗ് സംവിധാനം, ഏതാണ്ട് 1.26 കോടി രൂപയുടെ സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പിടികൂടി. പിന്നെ പ്രാഥമികമായ അന്വേഷണത്തിൽ മനസ്സിലാക്കിയത് ഈ നെയ്യ് എന്ന് പറയുന്ന സാധനം കൃത്രിമ ചേരുവകൾ ഉപയോഗിച്ച് വെളിച്ചെണ്ണയ്ക്ക് ഇപ്പൊ ഭയങ്കര വിലയായതുകൊണ്ട് പാം ഓയിലാണ് ഉപയോഗിക്കുന്നത്. പാം ഓയിലും മൃഗക്കൊഴുപ്പ് ഇതെല്ലാം ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത് എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ മനസ്സിലാക്കിയത്. അതിലെ സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വലിയ ഡിമാൻഡ്, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിശ്വാസമാർജിച്ച ഒരു ഡയറി ഉൽപ്പന്നമാണ് നമ്മുടെ ഈ നന്ദിനി എന്ന് പറയുന്നത്. അപ്പൊ അത് അവരുടെ ആഭ്യന്തര പരിശോധനകൾ നടത്താൻ അവരുടെ വിജിലൻസ് സംവിധാനം ഉള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് എന്നുള്ളത്. അപ്പൊ ഈ നന്ദിനി നെയ്യ് എന്ന് പറയുന്നത് അത് ചില്ലറ ബ്രാൻഡ് ഒന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിലെ പ്രസിദ്ധമായ ചില്ലറ ഫുഡ് ആൻഡ് ബിവറേജസിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് ഈ നന്ദിനി. അവര് 2024-25 സാമ്പത്തിക വർഷം 4520 ടൺ നെയ്യ് വിൽപ്പന നടത്തിയിട്ടുള്ള ഒരു കമ്പനിയാണ്. അത് ഇപ്പോ അതിന്റെ വിപണി മൂല്യം കണക്കാക്കുകയാണെങ്കിൽ 1 ലിറ്റർ നെയ്ക്ക് ഏകദേശം 700 രൂപയാണ് അതിന്റെ വിപണി മൂല്യം. 100 മില്ലി, ചെറിയ 100 മില്ലിക്ക് 80 രൂപയാണ് അതിന്റെ മാക്സിമം MRP പ്രൈസ്. അപ്പൊ ഇത്തരത്തിൽ വലിയ വിലയുള്ള സംഗതി ആയതുകൊണ്ട് വെട്ടിപ്പ് നടത്തിയാൽ വൻ സാമ്പത്തിക ലാഭം കിട്ടും എന്നുള്ളത് തന്നെയാണ് ഇത്തരം ഗൂഢസംഘങ്ങൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കാൻ കാരണം. പക്ഷെ ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണേണ്ട. നമ്മുടെ തിരുപ്പതി ക്ഷേത്രം, അവിടെ ഉണ്ടായ ഒരു സംഭവം, അവിടെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയില് 2019-2024 വർഷത്തിൽ അവിടെ 68 ലക്ഷം കിലോ വ്യാജ നെയ്യാണ് അവിടുത്തെ പ്രസാദമായി വിതരണം ചെയ്യുന്ന ലഡ്ഡു നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്പനി എത്തിച്ചു നൽകിയത് എന്നുള്ളതാണ് ഇപ്പൊ കേസ് വന്നേക്കുന്നത്. അപ്പൊ ഈ കേസ് ഇപ്പൊ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഉത്തരാഖണ്ഡുള്ള ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിന്റെ പേര് ഭോലെ ബാബ ഓർഗാനിക് ഡയറി എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിന്റെ പേര്. അപ്പൊ ഇവര് ഈ നെയ്യ് തയ്യാറാക്കിയിരിക്കുന്നത് മോണോഗ്ലൈസെറൈഡ്സ്, അതും
അസറ്റിക് ആസിഡും തുടങ്ങിയ രാസവസ്തുക്കളൊക്കെ ചേർത്ത് അതിന്റെ കൂടെ കുറെ നമ്മുടെ മൃഗക്കൊഴുപ്പ് അടക്കമുള്ളവ ചേർത്തിട്ട് കൃത്രിമ കളറും അതിന്റെ മണം കിട്ടാനായിട്ട് മറ്റ് രാസവസ്തുക്കളൊക്കെ ചേർത്തിട്ടാണ് ഈ വ്യാജ നെയ്യ് തയ്യാറാക്കിയത് എന്നുള്ളതാണ് വിവരം. അപ്പൊ ഈ ഭോലെ ബാബ ഓർഗാനിക് ഡയറിയുടെ നടത്തിപ്പുകാരായിട്ടുള്ള പ്രോമിൽ ജെയിനും വിപിൻ ജെയിനും ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് ഈ കെമിക്കലുകളൊക്കെ എത്തിച്ചു നൽകിയ അജയ് കുമാർ സുഗന്ധ് എന്നയാളും പിടിയിലായിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്. ഏറ്റവും ശ്രദ്ധേയ സംഗതി, ഈ ഭോലെ ബാബ ഓർഗാനിക് ഡയറി എന്ന് പറയുന്ന സ്ഥാപനം ഒരു തുള്ളി പാല് പോലും പ്രോസസ്സ് ചെയ്തിട്ടില്ല. അപ്പൊ അവര് പാൽ സംഭരണം നടത്തി അതിന്റെ വില കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജരേഖകൾ ചമച്ചിട്ടാണ് അവർ ഈ തിരുപ്പതി ദേവസ്ഥാനത്തിൽ നിന്ന് കരാറ് സംഘടിപ്പിച്ചത്. അപ്പൊ ഇവരെ 2022 ഇവരുടെ ഗുണനിലവാര പരിശോധനയിൽ മോശമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ഭോലെ ബാബ ഓർഗാനിക് ഡയറിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ഇവരെ എന്ത് ചെയ്തു? മറ്റു പല ഡയറികളുടെയും പേരിൽ ടെൻഡർ ഉറപ്പിച്ചിട്ട് അവരുടെ പേരും ഇവരുടെ ഉൽപ്പന്നവുമായിട്ട് സാധനങ്ങൾ അവിടെ എത്തിച്ച് നൽകിക്കൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ വൈഷ്ണവി ഡയറി അത് തിരുപ്പതിയിൽ തന്നെ ഉള്ളതാണ്. പിന്നെ മാൽഗംഗ അത് UP-യിലുള്ള മറ്റൊരു സ്ഥാപനം, AR ഡയറി അത് തമിഴ്നാട്ടിലുള്ള. അപ്പൊ ഇവര് വഴി ഇവരുടെ പേരും അഡ്രസ്സും ഒക്കെ ഉപയോഗിച്ച് ടെൻഡർ കരസ്ഥമാക്കി പഴയ സാധനം തന്നെ ഇവർ എത്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പോ അന്വേഷണത്തില് ഈ പറയുന്ന നെയ്യില് സ്റ്റാർച്ച്, വനസ്പതി, മൃഗക്കൊഴുപ്പ്, കൃത്രിമ കളർ ഇതെല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ ഓഗസ്റ്റ് 2024 ഒരു സംഭവം ഉണ്ടായി. അവരുടെ ഈ തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റില് ഈ നെയ്യില് അപാകതയുണ്ടെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഈ നെയ്യ് അവർ തിരിച്ചയച്ചു. അപ്പോ ഈ നെയ്യ് അപ്പോൾ കൊണ്ടുവന്നത് AR ഡയറി എന്ന് പറയുന്ന ഈ ഭോലെ ബാബയുടെ വ്യാജ ഡയറിയുടെ പേരിലാണ് വന്നത്. 4 ടാങ്കർ നെയ്യാണ് തിരിച്ചയച്ചത്. ആ നെയ്യ് പക്ഷേ ഈ ദേവസ്ഥാനത്തിന്റെയും മറ്റു വിജിലൻസിന്റെയും പരിശോധനയിലെ AR ഡയറി പ്ലാന്റിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ തിരിച്ചെത്തിയിട്ടില്ല. പകരം മറ്റൊരു ഡയറി പ്ലാന്റ് ആയ വൈഷ്ണവി ഡയറി പ്ലാന്റിന് സമീപത്തെ ഒരു ക്വാറിയിലാണ് ഈ ടാങ്കർ എത്തിച്ചത് എന്നുള്ള വിവരം ഇവർക്ക് കിട്ടി. പിന്നീട് ഈ ഒരു മാസത്തിന് ശേഷം, അതായത് ഈ സംഭവം നടക്കുന്ന 2024 ജൂണിലാണ്, ജൂലൈയില് ഇത് ഓഗസ്റ്റില് വൈഷ്ണവി എന്ന് പറയുന്ന ഈ കമ്പനി ഈ പറയുന്ന നെയ്യ് റീബ്രാൻഡ് ചെയ്ത് കുറച്ചുകൂടി പരിഷ്കാരമൊക്കെ വരുത്തി വീണ്ടും ഈ തിരുപ്പതി ദേവസ്ഥാനത്ത് വീണ്ടും കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ ഇപ്പൊ അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 2019 മുതൽ 2024 വരെയുള്ള കാലയളവിൽ ഈ പറയുന്ന വ്യാജ നെയ്യ് ഉപയോഗിച്ചാണ് അവിടെ വരുന്ന കോടിക്കണക്കിന് ഭക്തർക്ക് ആ പ്രസാദം നൽകിയത് എന്നുള്ളതാണ് ഓർക്കേണ്ടത്. ഏതായാലും ഇത് സംബന്ധിച്ച് നെല്ലൂർ കോടതിയിൽ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതികളെ പിടിയിലായിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള കേസ് നടപടികളൊക്കെ പൂർത്തിയായത് ഈ ഘട്ടത്തിലാണ്. അപ്പൊ ഇവർക്ക് ഉചിതമായ ശിക്ഷ കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നെയ്യ് ഒരു വലിയ സാധ്യതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മണ്ഡലകാലമാണ്. ശബരിമലയിലടക്കം നെയ്ത്തേങ്ങ നിറച്ച് ഭക്തർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന നെയ്യ് അത് എത്രമാത്രം വിശ്വാസമാണ് എന്നുള്ളത് നിങ്ങൾ സ്വയം പരിശോധിച്ച് ബോധ്യമാകാവുന്നതാണ്. പ്രത്യക്ഷത്തിൽ അതിന്റെ ഗുണവും അതിന്റെ ഘടനയും നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാകും. എന്നാലും നെയ്യുടെ ഗുണനിലവാരം അത് മനസ്സിലാക്കാനായിട്ട് ലളിതമായ ശാസ്ത്രീയമായ പരിശോധനാ മുറകൾ നമുക്ക് തന്നെ അവലംബിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കരുതലെടുക്കുക. തട്ടിപ്പ് ഇതേപോലുള്ള ഉഡായിപ്പ് സംഘങ്ങളൊക്കെ നാട് നീളെ ഉണ്ട്. അവർക്ക് ലക്ഷ്യം സാമൂഹ്യ നന്മയൊന്നുമല്ല, കോടികളുടെ സമ്പാദ്യമാണ്. അതുകൊണ്ട് സ്വയം കരുതലെടുക്കുക എന്ന് മാത്രമാണ് നമുക്കുള്ള ഒരു പ്രതിവിധി.